ഫുഡ് അഡിക്ട്സ് ബൈ നീതു. കുറേ ദിവസമായിട്ട് ഞാനൊരു ലഞ്ച് വീഡിയോ ചെയ്തിട്ട്, കാരണം ചിങ്ങമാസം പിറന്നപ്പോൾ തൊട്ട് എല്ലാ ദിവസവും സദ്യയാണ്. ഒരു സദ്യയും കണ്ട് 2000 മുകളിൽ കാലറി ഉണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെ കൊണ്ട് ഞാൻ കളയുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ലഞ്ചിനൊരു സ്പെഷ്യൽ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ചോറ് വിളമ്പാം. ഇന്ന് 50% തവിടുള്ള കുത്തരിച്ചോറല്ലേ. അമ്മ ആ ചോറിൻ്റെ കൂടെ വേറെ ഒരു അരി മിക്സ് ചെയ്തു. കണ്ടോ, എനിക്ക് ചോറിൻ്റെ കളർ കണ്ടാലേ അറിയാലോ. ചില സമയത്ത് അമ്മയ്ക്ക് ഒന്ന് കുപ്പി എടുത്തിട്ട് എന്നെ അടിക്കാൻ കാണിക്കണം. ചില സമയത്ത് അമ്മയ്ക്ക് മിക്സ് ചെയ്ത ഒരു സമാധാനം. അപ്പം ഞാൻ കുറച്ച് ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലുണ്ട്. അവിയൽ ഇതിലേക്ക് വിളമ്പി കൊടുക്കാം. ഞാൻ എല്ലാം കുറച്ച് എടുക്കണം. ഒരുപാട് ലേറ്റ് ആയിരിക്കും. ഒന്ന് 3 മണി എങ്ങാണ്ട് ആവാറായി ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ. പിന്നെ നല്ല മുതിരയും പിണ്ടിയും കൂടെ തോരനാണ്. അപ്പം അത് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, ചാള വറുത്താണ്. പക്ഷെ ഇങ്ങനെയായിപ്പോയി, ഞാനിട്ട് കുത്തി ഇളക്കി. അപ്പം അത് ഇങ്ങനത്തെ അവസ്ഥയായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് മുള്ളടക്കം കരിച്ചു പിടിച്ച് തന്നെ പ്രശ്നമില്ല. അപ്പം അത് വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പുളിശ്ശേരിയാണ്. അപ്പം കുറച്ച് പുളിശ്ശേരി ഉണ്ട്. ഞാൻ കുറച്ചെടുക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ, പറഞ്ഞുതരാം കേട്ടോ. ഇത്തിരി എടുത്തോളൂ ഒരു പേരിന്. ഇത് ഭയങ്കര ഈസി ആയിട്ട്, നമുക്കിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, കഷ്ണമൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുളിശ്ശേരിയാണ്. അറിയാത്തവർ ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഇനി കുറച്ച് ഗ്രീൻ പീസ് ഉണ്ട്, പ്രോട്ടീൻ. അതും ഞാൻ കുറച്ച് ഇവിടെ വിളമ്പിണ്ട്. വളരെ കുറച്ച് അതൊക്കെ വിളമ്പണുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ലൈഫ് സേവർ കട്ടത്തൈര്, അവരെ ഞാൻ ഒരു സൈഡിൽ അതും കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ. അതും എടുത്തു വെച്ചു. ഇനി ഇതൊക്കെ ഒന്ന് നീക്കി വെക്കട്ടെ. ഇന്ന് ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് അറിയണ്ടേ, അതാണ് കാണിച്ചു തരാൻ പോണേ കേട്ടോ. അതെ, കണ്ടോ, ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു. പുറത്ത് പോയിട്ട് വരുമ്പോൾ എരിവേലി എത്തി കേട്ടോ. എരിവേലി ജംഗ്ഷൻ എത്തിയപ്പോൾ നമ്മുടെ കൊക്കരക്കോടേക്ക് ഓപ്പോസിറ്റ് ഒരു അടിപൊളി ഫുഡ് സ്പോട്ട്, മീൽസ് ഒക്കെ കഴിക്കണം. അപ്പോൾ പണ്ട് ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കായി. അതുകൊണ്ടാണ് നോട്ട് ചെയ്തത്. മീൽസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഊണ് വെച്ചു. എന്നാലും എന്താ ഉള്ളതെന്ന് നമ്മൾ നോക്കണമല്ലോ. ചെന്നപ്പോൾ നല്ല ഫിഷ് ഫ്രൈയുടെ ഒക്കെ മണം വന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഫിഷ് ഫ്രൈ മേടിച്ചില്ല, ഓൾറെഡി ഞാൻ ചാള ഉണ്ടായതുകൊണ്ട്. അവിടുന്ന് വാങ്ങിയതാണ് കക്ക കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരു ദിവസം ഞാൻ എന്തായാലും അവിടെ പോയി ഊണ് കഴിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിറയെ പെരിഞ്ചീരകമൊക്കെ ഇട്ട ഒരു കക്ക ഉണ്ടാക്കിയേക്കണം കേട്ടോ. കണ്ടിട്ടും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അതുപോലെ പിന്നെ അവിടുന്ന് വാങ്ങിയത് ഇതാണ് ഫിഷ് കറി. ഇത് ഞാൻ വലിയതിലേക്ക് മാറ്റിയില്ല, പാത്രത്തിലേക്ക് സമയമില്ല. ഞാൻ ഇതിൻ്റെ പ്ലേറ്റിൽ വിളമ്പി കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് ഞാൻ അധികം നമ്മുടെ പുളിശ്ശേരി വേണ്ടാന്ന് പറഞ്ഞത്. ഈ കക്കയും ഈ ഫിഷ് കറിയും കൂടെ എനിക്ക് 180 റുപ്പീസാണ് ആയത്. അത്യാവശ്യം ഗ്രേവി ഉണ്ട് ഇതിൽ. അപ്പം അതെ, എൻ്റെ പ്ലേറ്റ് സെറ്റായിട്ട് ഞാൻ പപ്പടം എടുക്കുന്നില്ല. അയ്യോ, കുക്കുംബർ എടുക്കാൻ മറന്നുപോയി. കണ്ടോ, എല്ലാവരും കഴിച്ച് തീർന്നേ. ഇത് എനിക്ക് വെച്ചേക്കണ കുക്കുംബറാണ്, കുക്കുംബറും സവാളയും. അപ്പോൾ കുക്കുംബറും സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ് വയ്ക്കും. വാവ്, എന്തിനാ അപ്പോൾ സദ്യക്ക് പോണേ, ഇതും നല്ല കാലറി ആയിരിക്കും. അപ്പോൾ കഴിക്കട്ടെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞ കൺഫ്യൂഷനാണ്. നമുക്ക് ഫിഷ് കറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നല്ല വലിയ ഫിഷാണ് അത്യാവശ്യം. നമ്മുടെ മുളക് ചാറൊക്കെ വയ്ക്കണ പോലെ വീട്ടിൽ വെക്കുന്ന ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണേ. വേറൊരു ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ടേസ്റ്റ് വയ്ക്കണേ. കൊള്ളാം, കുഴപ്പമില്ല. ഇനി കക്ക ട്രൈ ചെയ്ത് നോക്കട്ടെ. കക്കയും ഭയങ്കര മസാലയൊക്കെ ഉള്ളൊരു കക്കയാണ്. പിന്നെ അവിടെ പോർക്കും ചിക്കനും എന്തൊക്കെ കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം അവിടെ പോയി നിന്നിട്ട് കൃത്യമായിട്ട് പറയാം കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ നാടൻ അവിയലും പുളിശ്ശേരിയും തൈരും ഒക്കെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ചാള ഫ്രൈ. ആഹാ, കുറച്ച് പിണ്ടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ.
സൂപ്പർ. ഞാനൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.